ജയചന്ദ്രൻ, നോക്കൂ, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് സമാനമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ എൻ വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങൾ പൊതുവെ തിരസ്കരിച്ച മട്ടാണ്. കോൺഗ്രസിനാകട്ടെ ഈ മുൻകൂർ ജാമ്യം ലഭിച്ചു എന്നുള്ള ഒറ്റവാദത്തിന്മേൽ കേസാകെ അവസാനിപ്പിച്ചു എന്നൊരു പ്രതീതി ജനിപ്പിക്കാനുമാകുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ എല്ലാ തരത്തിലും സേഫായ ഒരു പൊസിഷനിലേക്ക് എത്തി എന്നൊരു ആത്മവിശ്വാസം IC ബാലകൃഷ്ണൻ അടക്കമുള്ളവർക്കുണ്ട് എന്ന് കരുതണോ? അത്ര ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ കോൺഗ്രസ് പ്രതിനിധിയായ ഇപ്പൊ പ്രൊഫസർ റോണി കെ വേവി ഉണ്ടല്ലോ, അദ്ദേഹത്തോട് ഉൾപ്പെടെ ഞാൻ പറയുകയാണ്, ലെവലേശം അത്ര ഒരു വിശ്വാസം വേണ്ട. കാരണം MLA-ക്കും DCC പ്രസിഡന്റിനുമെതിരെ അതിശക്തമായ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന്റെ മുമ്പാകെ ഉണ്ട്. വിജിലൻസ് അന്വേഷണം വേറെയും നടക്കുന്നുണ്ട്. അവിടെയും തെളിവുകൾക്ക് യാതൊരു ക്ഷാമവും ഇല്ലാത്ത വിധം തെളിവുകൾ അത്രയ്ക്ക് അധികമായി തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ കേസ് എവിടെയെങ്കിലും പോയി എന്നുള്ള ഒരു വ്യാമോഹവും വേണ്ട. അസിത, പക്ഷെ ഇതില് പ്രധാനമായിട്ടൊരു കാര്യം പറയേണ്ടത് എന്താണെന്ന് അറിയാമോ? എനിക്ക് തോന്നുന്നത് ഈ മനുഷ്യത്വം ജാതി, മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ് എന്ന് മലയാളക്കരയെ പറഞ്ഞു പഠിപ്പിച്ചത് നാരായണ ഗുരുവാണല്ലോ. ഈ നാരായണ ഗുരുവിനെ സ്ഥാനത്തും അസ്ഥാനത്തും ഉദ്ധരിക്കുന്നതിൽ ബിരുദന്മാരുമാണ് കോൺഗ്രസിന്റെയും UDF-ന്റെയും സകല നേതാക്കളും. എന്തെങ്കിലും ലെവലേശ മനുഷ്യത്വം ഉണ്ടെങ്കിൽ, അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരം ചർച്ചകളിലെങ്കിലും അദ്ദേഹത്തിനും കുടുംബത്തിനും എന്തെങ്കിലും അനീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അക്കാര്യത്തിൽ പരിഹാരം തേടാൻ പാർട്ടി എന്നുള്ള നിലയിൽ പ്രതിജ്ഞാബദ്ധരായിരിക്കും എന്ന് പറയുന്ന ഒരു നേതാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? മനുഷ്യത്വം എന്നത് പാടെ മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് നിയമപരമായി എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ തടി തപ്പാൻ പറ്റും എന്നുള്ളതിന് മാത്രമാണ് അവർ ഊന്നൽ കൊടുത്തത്. അതാണല്ലോ 2 ദിവസം കോടതിയിൽ കണ്ടത്, വാദവിവാദങ്ങൾ. അതാണല്ലോ ശ്രീ റോണി കെ ബേബി പറഞ്ഞത്, മറ്റേ ദിവ്യയുടെ കേസൊക്കെയാണ് ഇവിടെ ഉദ്ധരിച്ചതെന്നൊക്കെ. അതിൻ്റെയൊക്കെ എന്ത് ഈ സാധുതയും സാധ്യതയുമാണ് കോടതി പരിശോധിച്ചത് എന്ന് താങ്കൾക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റുമോ? ഇവിടെ സുവ്യക്തമായിട്ട് ലോകത്തിന് മുമ്പിൽ കൈരളി ചാനലിന് മുമ്പിലല്ല, ലോകത്തിന് മുമ്പിൽ നിൽക്കുകയാണല്ലോ ആത്മഹത്യാക്കുറിപ്പ് NM വിജയന്റെ, അല്ലേ? അത് എന്റെയിലും താങ്കളുടെയിലും ഈ കഥയിലിരിക്കുന്ന എല്ലാവരുടെയും പക്കലും ഉണ്ട്. അത് സ്വയം സംസാരിക്കുന്ന തെളിവുകളാണ്. ആ തെളിവുകൾ വെച്ചുകൊണ്ട് MLA ഉള്ള ലഭിക്കാവുന്ന ചില പരിരക്ഷകളുടെ ആനുകൂല്യം കൂടെ പറ്റിക്കൊണ്ട് ആണ് ഇപ്പോ ശ്രീ ബാലകൃഷ്ണൻ നിൽക്കുന്നത്, IC ബാലകൃഷ്ണൻ നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ താൽക്കാലിക ഈ പരിമിതമായ കസ്റ്റഡി എന്നുള്ള നിലയിലേക്ക് ഉത്തരവിട്ടത്. തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസം അടുപ്പിച്ച് വേണം ND അപ്പച്ചനും ഗോപിനാഥനും ഹാജരാവാൻ. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ 3 ദിവസം, കാര്യം നിയമസഭ കൂടുകയാണല്ലോ. അതുകൊണ്ട് MLA-യുടെ സൗകര്യം കണക്കിലെടുത്ത് 3 ദിവസം ബാലകൃഷ്ണനും ഹാജരാകണം ചോദ്യം ചെയ്യലിന്, മൊഴിയെടുക്കലിന്. എന്തിനാ? പാർട്ടി ഓഫീസിൽ അടക്കം രേഖകൾ പരിശോധിക്കാനുള്ള സൗകര്യം ക്രൈംബ്രാഞ്ച് സംഘത്തിന്, വിജിലൻസ് സംഘത്തിന് ഒക്കെ കൊടുക്കണം എന്ന ഉത്തരവിലുണ്ട്. താങ്കളുടെ ആ ഉത്തരവ് കിട്ടിയെന്നാണല്ലോ താങ്കൾ മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അത് ശരിയാണെങ്കിൽ ആ ഉത്തരവിലുണ്ട് സാർ, എങ്ങനെയാണ് നിങ്ങൾ സഹകരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കോടതി ഈ നിങ്ങളുടെ മനസാക്ഷി ഇല്ലായ്മ, മനുഷ്യത്വം ഇല്ലായ്മ ലോകം മുഴുവൻ മനസ്സിലാകണം എന്നുള്ളത് കൂടെ അതിനകത്ത് ഇൻക്ലൈൻഡ് ആണ്. അതാണല്ലോ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ ജാതി മനുഷ്യത്വം ആണെന്നുള്ളത് ലെവലേശം ഈ NM വിജയന്റെ കാര്യത്തിൽ നമ്മള് എത്രയോ ഘട്ടങ്ങളിലായി ചർച്ച ചെയ്യാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം തന്നെ. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നിട്ട് ഇപ്പൊ പറയുന്നത് എന്താണ്? അദ്ദേഹം കള്ളനാണെന്ന് സ്ഥാപിക്കാനുള്ള കൃത്രിമമായ ഈ പരവേശമാണ് കാണിക്കുന്നത്. പ്രതിഭാഗത്തിന്റെ വക്കീലന്മാർ അവിടെ ഇന്നലെയും അവർ കാണിച്ചു കൂട്ടിയത് നമ്മളൊക്കെ കാണുകയും അറിയുകയും ചെയ്തതാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഏതായാലും ഇതിൻ്റെ അകത്ത് ഏതെടുത്താലും ശരി, ഏത് പേജ് എടുത്താലും ശരി, നിങ്ങൾ ഈ പീറ്ററിന്റെ കാര്യമൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. പീറ്ററൊക്കെ സെക്കൻഡറി ആണ്. പ്രൈമറി ആയിട്ടുള്ള NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് തന്നെയാണ്. ആ ആത്മഹത്യാക്കുറിപ്പ് മുമ്പിൽ ഇരിക്കുമ്പോൾ എന്തിനാണ് പീറ്റർ? അതിൻ്റെ അകത്തെ ഓരോ വരി വീതം, ഓരോ വാചകം വീതം വായിച്ചു പോയാൽ തന്നെ ഉണ്ട് തെളിവുകൾ. MLA-ക്കും DCC പ്രസിഡന്റിനെതിരായിട്ടുള്ള തെളിവുകൾ. എന്നിട്ടല്ല പിന്നീട് പീറ്ററിന്റെ അടുത്തേക്ക് പോകേണ്ടത്. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും ഒരു ആഹ്ലാദവും വേണ്ട, ഒരു വ്യാമോഹവും വേണ്ട. കൃത്യമായി നിയമം നിങ്ങളുടെ പിന്നാലെ ഉണ്ട്, നിങ്ങളുടെ നേതാക്കന്മാരുടെ പിന്നാലെ ഉണ്ട്. ആ നേതാക്കന്മാർ ചെയ്ത തെറ്റുകൾക്ക് കോടതി മുമ്പാകെ എണ്ണി കണക്ക് പറയേണ്ടി വരും. ഈ NM വിജയന്റെ ആത്മഹത്യക്ക് കൃത്യമായ കണക്ക് മനസാക്ഷിയുടെ മുമ്പാകെ
പിന്നെ ഈ കേരള മനസാക്ഷിയുടെ മുമ്പാകെ മാത്രമല്ല നിങ്ങളുടേതടക്കം കോൺഗ്രസിൻ്റെത് UDF-ന്റെ അടക്കം പ്രവർത്തകരുടെ മുമ്പാകെയും ഈ നേതാക്കൾക്ക് പറയേണ്ടി വരുന്ന കാര്യത്തിൽ എനിക്ക് അത് സംശയം